എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്ന് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഏറ്റവും നല്ല ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് 1201 ആണ്ട് കുംഭമാസം 22-ാം തീയതി വെള്ളിയാഴ്ചയാണ്. 6/3/2026 നമുക്ക് ഇന്നത്തെ പരിപാടിയിലേക്ക് കിടക്കാം. ആദ്യമായി നമുക്ക് പതുപോലെ മേടക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികകാല. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വലിയ മാറ്റങ്ങളൊന്നുമില്ലാത്ത ദിവസമാണ്. താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. സാമ്പത്തിക സഹായം അന്വേഷിക്കുന്നവർക്ക്, പുതിയ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും. ചില തർക്കങ്ങളും വഴക്കുകളും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കുന്ന ദിവസമാണ്. നിയമപരമായ ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കും. അതേപോലെ നിയമപരമായ നടപടികൾ നേരിടുന്നവർക്ക് ആശ്വാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അനാശാസ്യമായ ഒരു കാര്യങ്ങളും ചെയ്യാതെ ഇരിക്കുക. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതായി കാണുന്നു. അത്തരത്തിലുള്ള പ്രവണത നമ്മൾ ഇല്ലാതാക്കേണ്ടതും അത്യാവശ്യമാണ്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി വരുന്ന കണ്ട് മനസ്സന്തോഷം ഉണ്ടാകുന്ന ദിവസമാണ്. വിദേശ പഠനത്തിന് ഒരുങ്ങുന്നവർക്കും വിദേശത്ത് കുട്ടികളെ അയച്ച് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. സ്വന്തം കാര്യങ്ങൾ നോക്കി കൃഷിയും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് വളരെ ആശ്വാസപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. മനസ്സന്തോഷമുണ്ടാകുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ഗ്രഹത്തിലുണ്ടാകുന്ന ദിവസമാണ്. ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരുന്ന ദിവസമാണ്. കൂടാതെ നിയമപാലകർക്ക് ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. ആരോഗ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും താരതമ്യേന നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് കാർത്തിക, മുക്കാല, രോഹിണി, മകയിരത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ആശ്വാസകരമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന ദിവസമാണ്. അപ്രതീക്ഷിതമായ പല ഭാഗ്യങ്ങളും വന്നു ചേരാൻ സാധ്യതയുണ്ട്. പുതിയ ഗ്രഹം നിർമ്മിക്കുവാനുള്ള പദ്ധതി സാങ്ഷൻ ചെയ്യുകയും അതുപോലെ നല്ല മെസ്സേജുകൾ ലഭിക്കുകയൊക്കെ ചെയ്യുന്ന ദിവസമായിരിക്കും ഇന്ന്. ഇന്ന് ആഹ്ലാദത്തിൻ്റെ ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ഇതിൽ ചില നക്ഷത്രക്കാർക്ക്, പ്രത്യേകിച്ച് മകര നക്ഷത്രക്കാർക്ക് ചില മനക്ലേശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പൊതുവെ ഡിപ്രഷൻ അനുഭവിക്കുന്നവർക്ക് അത് അധികരിക്കുവാനും സാധ്യത കാണുന്നു. സഞ്ചാരികൾക്ക് ഏറ്റവും അനുകൂലമായൊരു ദിവസമായിരിക്കുമെന്ന്. പുണ്യക്ഷേത്ര ദർശനത്തിനും പുണ്യപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനുമൊക്കെ ഏറ്റവും നല്ല അവസരം ലഭിക്കുന്ന ദിവസമായിരിക്കുമെന്ന്. സുഹൃത്തുക്കളുമായി ഒത്തുചേർന്ന് ആഹ്ലാദം പങ്കുവയ്ക്കാനും മറ്റു സാധ്യതയുള്ള ഒരു ദിവസമാണ്. എന്നാൽ ആഘോഷങ്ങളിൽ മദ്യം എന്ന് പറയുന്ന വസ്തു ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മദ്യസേവ മൂലം ചില അപകടങ്ങൾ വരുവാൻ സാധ്യതയുണ്ട്. മദ്യസേവ തീർച്ചയായിട്ടും ആർക്കും തന്നെ ഗുണപ്രദമായിരിക്കുകയില്ല. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർതം, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ചില ഔഷധ സേവകൾ കൊണ്ട് റിയാക്ഷനുകൾ ഉണ്ടാകുവാനോ അല്ലെങ്കിൽ അലർജി ഉണ്ടാകുവാനോ ഒക്കെ സാധ്യതയുള്ള ദിവസമാണ്. ഭക്ഷണത്തിൽ അലർജി ഉള്ളവർ അതിൽ നിന്ന് ഒഴിവാകുന്നത് വളരെ നന്നായിരിക്കും. പുറത്തു നിന്നുള്ള ഭക്ഷണം ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു ദിവസമായിരിക്കുമെന്ന്. ഹോട്ടൽ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ ഭക്ഷണശാലകൾ നടത്തുന്നവർക്ക് അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ആഹാര പദാർത്ഥങ്ങൾ വിറ്റഴിക്കുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ ബുദ്ധിമുട്ടുള്ള ദിവസമാണ്. നിയമപരമായ ചില നടപടികൾ നേരിടേണ്ടതായിട്ട് കാണുന്നു. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെട്ട ഒരു മാറ്റം വരുന്ന ദിവസമാണ്. പുതിയ ഔഷധ സേവ കൊണ്ട് ആശ്വാസം ലഭിക്കുന്ന ദിവസമാണ്. ആത്മവിശ്വാസം പോയിരിക്കുന്നവർക്ക് ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും പറ്റിയ ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്. ജീവിതത്തിൽ ഒരുപാട് നാൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടാകുന്ന ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർതം, കാല, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും ഉപകാരപ്രദമായ പല കാര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. പുതിയ മേഖലയിൽ പ്രവർത്തിക്കാൻ, പ്രത്യേകിച്ച് ഭക്ഷണശാലകൾ നടത്തുന്നവർക്ക്, ഹോട്ടലുകൾ നടത്തുന്നവർക്ക്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നവർക്ക്, സ്വന്തമായി പിക്കിൾ ഉണ്ടാക്കുന്ന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ പാചക കലകളിൽ അംഗീകാരം ലഭിക്കുവാനും പാചക കലകൾ കൊണ്ട് വലിയ പ്രതീക്ഷകളുണ്ടാകാനുമൊക്കെ സാധ്യതയുണ്ട്. ജലയാനത്തിൽ ജോലി അന്വേഷിക്കുന്നവർക്കും അത് ലഭിക്കുവാൻ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും ഇന്ന്. അതുപോലെ വ്യോമമാർഗം സഞ്ചരിക്കുന്ന വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും ഇന്നത്തെ ദിവസം അനുകൂലമായ ദിവസമായിരിക്കും.
ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് ചില ആപത്തുകൾ വരുന്നത് കൊണ്ട് മനക്ലേശമുണ്ടാകാൻ സാധ്യതയുണ്ട്. മനസ്സറിയാതെ ചില ആരോപണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം പുരുഷന്മാർക്കും പുരുഷന്മാർ മൂലം സ്ത്രീകൾക്കും ചില മാനക്കേടുകളോ അപവാദങ്ങളോ ഒക്കെ ഉണ്ടാകാൻ ഉള്ളതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. കലഹത്തിനും സാധ്യത കാണുന്നു. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായ ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. സാമ്പത്തികമായ കാര്യത്തിൽ ചില ക്രയവിക്രയങ്ങൾ നടത്തുന്നവർക്ക് പരാജയമുണ്ടാകാൻ സാധ്യതയുണ്ട്. കൊടുത്ത ധനം തിരിച്ചു കിട്ടാത്തത് മൂലം കേസിനോ വഴക്കിനോ പോകേണ്ടതായ ഒരു അവസ്ഥയിലേക്ക് വരുന്നൊരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വിശ്വസിച്ചിരിക്കുന്നവർ ചതിക്കുവാനോ അവരിൽ നിന്ന് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് സ്വന്തം സ്റ്റാഫുകളിൽ നിന്ന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മേലധികാരികളിൽ നിന്ന് വാർണിംഗ് കിട്ടുവാനോ അതുപോലെയുള്ള വിമർശനങ്ങൾ നേരിടാനോ ഒക്കെ സാധ്യതയുണ്ട്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഈശ്വരാധീനം ഉണ്ടാവട്ടെ. അവരവരുടെ വിശ്വാസം അനുസരിച്ച് പ്രാർത്ഥനയിൽ മുഴുകുക. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം താരതമ്യേന മെച്ചപ്പെട്ട ദിവസമായിരിക്കും. എന്നാൽ വീഴ്ച, ഒടിവ്, ചതവ് തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കാണുന്നു. കണ്ടക ശനി 7 നിൽക്കുകയാണ്. ശനി കൃത്യമായി 180 ഡിഗ്രിയിൽ നിന്ന് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് എല്ലാ കാര്യത്തിലും ഒരു അലസതയും മന്ദതയും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മടി ഒരു കാര്യത്തിന് നല്ലതല്ല. മടി കുടികെടുത്തും കൂടിയവരെ ചതിക്കുമെന്ന പഴമൊഴി മനസ്സിൽ കുറിച്ചിടുക. മടി കൂടാതെ എല്ലാ കാര്യങ്ങളും ചെയ്യുക. ഏത് കാര്യവും എഴുന്നേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ അതങ്ങ് സുഗമമായി പോകുമല്ലോ. അതുകൊണ്ട് മടിയൊക്കെ കളഞ്ഞ് കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനമെടുക്കണം. അനാവശ്യമായ അലസതയും മടിയോ അശ്രദ്ധയും മൂലം പല കാര്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. റബ്ബർ കൃഷി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള റബ്ബറുമായി ബന്ധപ്പെട്ട് പോളിമർ ടെക്നോളജി അങ്ങനെയൊക്കെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം അപ്രതീക്ഷിതമായ ലാഭം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാർഷിക മേഖലയിൽ വളർച്ച ഉണ്ടാകുന്ന ദിവസമായിരിക്കും. കായികമായ ജോലി ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം അനുകൂലമായ ദിവസമായി കാണുന്നു. കയറ്റുമതി ഇറക്കുമതി ചെയ്യുന്നവർക്കും മലഞ്ചരക്ക് വ്യാപാരികൾക്കും നല്ല ദിവസമായിരിക്കും ഇന്ന്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതികൂലമായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിരേര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായി കാണുന്നു. വൈവാഹിക ക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. വിവാഹ സംബന്ധമായ ചില തീരുമാനങ്ങൾ തെറ്റായിപ്പോയി എന്ന് തോന്നാനും സാധ്യതയുണ്ട്. ആരോഗ്യസ്ഥിതിയിൽ മാറ്റം വരുന്ന ദിവസമാണ്. പ്രതീക്ഷിക്കാതെ ചില ദോഷങ്ങൾ സംഭവിക്കുന്നത് മൂലം പല കാര്യങ്ങളും മുടങ്ങിപ്പോകുവാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തിക ഇടപാടുകളിൽ വീഴ്ച വരുവാൻ സാധ്യതയുണ്ട്. സ്ത്രീകൾ മൂലം അല്ലെങ്കിൽ പുരുഷന്മാർ മൂലം സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ദിവസമാണ്. മദ്യപാനം മൂലം ചില പ്രശ്നങ്ങൾ നേരിടാനായിട്ട് സാധ്യതയുണ്ട്. വഴിയാത്രയിൽ വളരെയധികം കരുതലോടുകൂടി മുൻപോട്ട് പോവുക. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ്, മറ്റുള്ളവരുടെ വഴക്കിലോ കലഹത്തിലോ തലയിടാതിരിക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ദിവസമാണ്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ആശ്വാസകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും. സാമ്പത്തികമായി പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോകുവാൻ സാധിക്കും. കച്ചവടത്തിൽ വളരെ മാറ്റം വരുന്നൊരു ദിവസമായിരിക്കും. വിവാഹ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ല ഒരു അവസരമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് ഇന്ന്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാലനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ശാരീരിക ക്ലേശം അനുഭവിക്കേണ്ടതായി കാണുന്നു. ക്രോണിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ വർദ്ധിക്കുന്നതായിട്ട് കാണുന്നു. പ്രത്യേകിച്ച് വിശാഖ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കുക. നമ്മുടെ മുഖം ഖനീഭവിക്കുവാനും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നമ്മുടെ മുഖപ്രസാദം നഷ്ടപ്പെടുകയൊക്കെ ചെയ്തത് മൂലം ചില വിപരീതമായ കാര്യങ്ങൾ നേരിടേണ്ടതായി വരും. ഔദ്യോഗിക രംഗത്ത് വിമർശനങ്ങൾ ഉണ്ടാകുവാനോ ജോലി തന്നെ നഷ്ടപ്പെടുവാനോ ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. വിദേശത്തേക്ക് ജോലി അന്വേഷിക്കുന്നവർക്ക് പരാജയമുണ്ടാകുന്ന ദിവസമാണ്. ധനം നഷ്ടപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. തിരിച്ചു കിട്ടുമെന്ന് വിചാരിച്ച് കൊടുത്തിരിക്കുന്ന ധനം കിട്ടില്ല എന്ന് ഉറപ്പ് വരുന്നതും മനസ്സിന് വിഷമം ഉണ്ടാകുന്നതുമൊക്കെയായ ഒരു ദിവസമായിരിക്കും ഇന്ന്. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് പ്രതികൂലമായ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടതായി കാണുന്നു. എന്നാൽ പങ്കാളിയുടെ ഉയർച്ചയിൽ മനസ്സമാധാനം ഉണ്ടാകുകയും പങ്കാളിയുടെ സമീപനം മൂലം മനസ്സിന് ആശ്വാസം ലഭിക്കുകയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്.
സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ദിവസമാണ്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ നേരിടേണ്ടതായ ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാട, ഉത്രാടം, കാലം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും നല്ല ഒരു ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം മാറ്റം വരുന്ന ദിവസമായിരിക്കും. സഞ്ചാര മൂലം ലാഭമുണ്ടാകുന്ന ദിവസമാണ്. വിദേശീയരുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പൂർത്തിയാക്കുവാനും അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ധനം സമ്പാദിക്കുവാനും ഒക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുവാനും പുതിയ മേഖലകൾ തെളിഞ്ഞു വരുവാനും സാധ്യത കാണുന്നു. ദൂരയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് ആശ്വാസകരമായ മറുപടി ലഭിക്കുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ മെച്ചപ്പെടുന്നതുകൊണ്ട് ഉത്സാഹത്തോടുകൂടി ഓരോ കാര്യവും കൃത്യമായി ചെയ്തു തീർക്കാനായിട്ട് സാധ്യതയുള്ള ദിവസമാണ്. സന്താനങ്ങൾക്ക് വളരെയധികം സന്തോഷകരമായ അനുഭവങ്ങൾ വരുന്നതുകൊണ്ട് സമാധാനിക്കാൻ സാധ്യത കാണുന്നുണ്ട്. വീഴ്ച, ഒടിവ്, ചതവ്, മുറിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചെസ്റ്റ് ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ അനുഭവിക്കുവാനും സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ആരോഗ്യസ്ഥിതിയിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. മാസ്കുകൾ ധരിച്ച് മാത്രം രോഗികളെ സന്ദർശിക്കുകയോ പബ്ലിക് സ്ഥലത്തൊക്കെ പോവുകയൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരു ദിവസമായിരിക്കും ഇന്ന്. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം ആശ്വാസപ്രദമായ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. പുണ്യക്ഷേത്ര ദർശനത്തിനും അതേപോലെ സുഹൃത്തുക്കളുമായി കൂടിച്ചേരുവാനും പഴയ നഷ്ടപ്പെട്ടു പോയ സൗഹൃദം വീണ്ടെടുക്കുവാനും ഒക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ആരോഗ്യസ്ഥിതിയിൽ വലിയ മാറ്റങ്ങൾ വരുന്ന ദിവസമാണ്. ഇഷ്ടപ്പെട്ടവരെ കണ്ടുമുട്ടുവാനും പണ്ട് നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങൾ പുനരുദ്ധരിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. മാതാപിതാക്കൾക്ക് ഏറ്റവും നല്ല ദിവസമാണ് ഇന്ന്. അതേപോലെ വിദേശയാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക്, വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്നത്തെ ദിവസം വളരെ നല്ല ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. സദാ പ്രതീക്ഷിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അനുഭവത്തിൽ വരാൻ സാധ്യതയുണ്ട്. സന്താനങ്ങളുമായി ചില കലഹങ്ങളിൽ ഏർപ്പെടുവാനും സന്താനങ്ങളുടെ അപ്രീതിക്ക് പാത്രീഭവിക്കുവാനും ഒക്കെ സാധ്യത കാണുന്നു. പ്രത്യേകിച്ച് വിശ്രമ ജീവിതം അനുഭവിക്കുന്നവർ ആത്മസംയമനം പാലിക്കുകയും ക്ഷമിക്കുകയും ചെയ്യേണ്ട ഒരു ദിവസമാണ് ഇന്ന്. ക്ഷേത്രക്കുളത്തിലോ സമീപത്തുള്ള കുളത്തിലോ കുളിക്കുവാൻ പോകാനുള്ള ആ ഒരു ടെൻഡൻസി ഉള്ളവർ തീർച്ചയായും പുഴയിലൊക്കെ ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാൽ വഴുതി വീഴുവാനോ അപകടങ്ങളുണ്ടാകുവാനോ ഒക്കെ സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അവരവരുടെ വിശ്വാസം അനുസരിച്ച് ഈശ്വരനെ പ്രാർത്ഥിക്കുക. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അവിട്ടത്തര, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഏറ്റവും അനുയോജ്യമായ ചില തീരുമാനങ്ങൾ എടുക്കുവാനും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുവാനും ഒക്കെ സാധിക്കുന്ന ദിവസമാണ്. വൈവാഹിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് തീരുമാനത്തിലെത്തുവാനും അതിൽ പരിഹാരങ്ങൾ കണ്ടെത്തുവാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. പുതിയ ഒരു ബന്ധം ഉണ്ടാകുവാനും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ഒക്കെ സാധിക്കുന്ന ദിവസമാണ്. വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ വധുവിനെയോ വരനെയോ ഒക്കെ ലഭിക്കുവാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും ഇന്നത്തെ ദിവസം അനുകൂലമായിരിക്കും. എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ നല്ല ശ്രദ്ധ വേണം. ഏഴര ശനിയുടെ പോക്കാണ്. ആ കാലഘട്ടത്തിൽ വീഴ്ച, ഒടിവച്ചതോ മുറിവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ധനനഷ്ടത്തിനും സാധ്യതയുണ്ട്. വളരെ ആലോചനയോടുകൂടി മാത്രം കാര്യങ്ങൾ നടത്തുക. ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതികൂലമായ അനുഭവമാണ് ഉണ്ടാവുക. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി, കാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെയധികം നല്ല അനുഭവങ്ങൾ ഉണ്ടാവുകയും പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിലുള്ള സംതൃപ്തി അനുഭവിക്കുകയും ചെയ്യുന്നു. മാതാപിതാക്കൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കാനും അതിനുവേണ്ടി തയ്യാറെടുക്കാനുമൊക്കെ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ദിവസമായിരിക്കും. ആരോഗ്യസ്ഥിതിയിൽ നല്ല മാറ്റം വരുന്ന ദിവസമാണ്. എന്നാൽ ആരോഗ്യസ്ഥിതിയിൽ ശ്രദ്ധ വയ്ക്കുകയും ചെയ്യണം. പ്രത്യേകിച്ച് വിശ്രമ ജീവിതം അനുഭവിക്കുന്നവരും യുവാക്കളും അത് ശ്രദ്ധിക്കേണ്ടതാണ്. യുവതികൾക്ക് ഏറ്റവും അനുയോജ്യമായ വരനെ കണ്ടെത്തുവാനും ഇന്നത്തെ ദിവസം അനുകൂലമായി കാണുന്നു. എന്നാൽ വധുവിനെ കണ്ടെത്താൻ ഇന്നത്തെ ദിവസം ബുദ്ധിമുട്ടുള്ളതായി കാണുന്നു. വിവാഹ കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ വൈകുന്നത് മൂലം മനക്ലേശമുണ്ടാകുവാനും പുരുഷന്മാർക്ക് സാധ്യത കാണുന്നുണ്ട്. പുതിയ പ്രോജക്റ്റുകൾ ലഭിക്കുവാനും അതുപോലെ പുതിയ മേഖലയിലേക്ക് ജോലി വ്യാപരിപ്പിക്കുവാനും സ്ഥാനമാനങ്ങൾ സ്ഥിരപ്പെടുന്നതായി അറിഞ്ഞ് സന്തോഷിക്കുവാനുമൊക്കെ സാധ്യതയുള്ള ദിവസമായിരിക്കും. ദൂരെ യാത്രയ്ക്ക് ഒരുങ്ങുന്നവർക്ക് നല്ല ദിവസമാണ്. അതേപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും ഔദ്യോഗിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത്.
ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവരെയും സർവേശ്വരൻ അകമഴിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം പറയുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.